നമുക്ക് ഇനി രക്ഷാബന്ധന പ്രതിജ്ഞ. ഒന്നാമത്തെ പ്രതിജ്ഞ: സദാ ആത്മസ്ഥിതിയിലിരുന്ന് വിനീതരായി നിർമ്മാണ കാര്യം ചെയ്യും. എൻ്റെ അർത്ഥം എന്താ? നിർവാണസ്ഥിതി. ബാബ പറയില്ലേ, സൈലൻസ് നമ്മൾ എവിടേക്കാണ് കൊണ്ടുപോകണേ? വീട്ടിലിരുന്നത് പോലെ പരംധാമത്തിൽ ആത്മാവ് എങ്ങനെ ഇരുന്നു, അതേപോലെ ആത്മാവ് ഇവിടെ ഇരിക്കുമ്പോൾ ശരീരത്തിലിരുന്നു കൊണ്ടും ഓരോ കർമ്മം എങ്ങനെ ചെയ്യണം? ആത്മബോധത്തിൽ ചെയ്യൂ, വിനയമുള്ളവരായി. അഹങ്കാരം എന്ത് ചെയ്യുകയാണെങ്കിലും അഹംഭാവം, അഹങ്കാരം വരരുത്. അതിനെയാണ് വിനയം, വിനീതരായി, വിനയമുള്ളവരായി. ബാബയുടെ 3 വാക്കാണത്: നിർവാണം, നിർമ്മാണം, നിർമ്മാൺ. ഹിന്ദിയിലെ 3 വാക്കുകളാണ്. ആത്മസ്ഥിതി, വിനയം, പിന്നെ നിർമ്മാണം. നിർമ്മാണം എന്ന് പറഞ്ഞാൽ എന്താ? നിർമ്മാണം എന്ന് പറയുമ്പോൾ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ കൺസ്ട്രക്റ്റീവ് കാര്യങ്ങൾ, ശ്രേഷ്ഠ കർമ്മങ്ങൾ. മനസ്സാവാച എന്ത് ചെയ്യുകയാണെങ്കിലും അത് നിർമ്മാണമായിരിക്കണം, നശീകരണമാവരുത്. അപ്പം കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, നിങ്ങളൊരു വാക്കൊരാളോട് പറഞ്ഞു, അത് കാരണം അവരുടെ മനസ്സിനെ തല്ലിക്കെടുത്തരുത്. അപ്പം എന്തായി? അത് ഡിസ്ട്രക്ഷനായി. അതേസമയം നിങ്ങളൊരു വാക്ക് പറഞ്ഞു, അതിലൂടെ ഒരാൾക്ക് ആശ്വാസം കിട്ടി, ശക്തി കിട്ടി, ഊർജം കിട്ടി, അതെന്തായി? നിർമ്മാണകാരിയാണ്. ഒരാളുടെ സമാധാനം തകർന്നു അർത്ഥം എന്താണ്? നശീകരണ കാര്യമാണ്. അപ്പം അതിനെയാണ് പറയണം, കൺസ്ട്രക്റ്റീവായിട്ട് ആയിരിക്കണം എപ്പോഴും. അപ്പം രാവിലെ മുതൽ വൈകുന്നവരെ നമ്മൾ എന്ത് ചെയ്താലും അതിലൂടെ അല്ലേ നല്ല ഉൽപാദനം നടക്കണം. നമ്മുടെ ഉള്ളിലും നല്ല ഉൽപാദനം, നല്ല ഫീലിങ്സുകളുടെ ഉൽപാദനം. അതാണ് ആ കർമ്മം ശ്രേഷ്ഠാണോ എന്ന് എങ്ങനെ അറിയുക? കൺസ്ട്രക്റ്റീവ് ആണോ എന്ന്? നമ്മുടെ ഉള്ളിലും നല്ല ഉൽപാദനം ഉണ്ടാവും, നല്ല ഫീലിങ്സുകളുടെ. ആരുടെയോടൊപ്പമാണോ നമ്മൾ ആ കർമ്മം ചെയ്യണ, കർമ്മബലം ആരുടെ അടുത്തേക്കാണോ പോണത്, അവർക്കും നല്ല ഉൽപാദനം ഉണ്ടാവും, നല്ല ഫീലിങ്സുകൾ അവർക്ക് കിട്ടും. മറ്റുള്ളവർക്ക് സുഖശാന്തിയും സമാധാനവും സഹയോഗവും സപ്പോർട്ടോ അല്ലേ കിട്ടുക. അതിനെയാണ് എന്ത് പറയുക? നിർമ്മാണം. മനസ്സിലായില്ലേ ആ പോയിന്റ്? അപ്പോൾ ഫുൾ ഡേ ഞാൻ എന്ത് ചെയ്യുകയാണെങ്കിൽ ഈ 3 കാര്യം: ആത്മസ്ഥിതി, വിനയം, പിന്നെ മനസ്സാവാച കർമ്മണ എന്ത് ചെയ്യുകയാണെങ്കിലും അത് നിർമ്മാണ കാര്യമായിരിക്കണം, നശീകരണ കാര്യം ആക്കരുത്. അതാണ് പോയിന്റ്. ഇനി എഴുതിക്കോളൂ: സദാത്മസ്ഥിതിയിലിരുന്ന് വിനീതരായി നിർമ്മാണ കാര്യം ചെയ്യും. ശ്രേഷ്ഠകർമ്മം. നിർമ്മാണം എന്നുള്ളത് വേണമെങ്കിൽ മറ്റേത് ബാബയുടെ വാക്ക് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ വിചാരിച്ച് അങ്ങനെ വെച്ചതാണ്. ഹിന്ദിയിൽ ശ്രേഷ്ഠകർമ്മം, മനസ്സാവാച കർമ്മണ, ശ്രേഷ്ഠമായ കാര്യമേ ചെയ്യൂ. രണ്ടാമത്തെ പോയിന്റ്, അത് എഴുതുമ്പോൾ നിങ്ങൾ എപ്പോഴും ഓരോന്ന് എഴുതുമ്പോഴും ആത്മസ്ഥിതി. അപ്പം എഴുതുമ്പോൾ ആത്മസ്ഥിതിയിലിരുന്ന്, ശരീരത്തിലിരുന്ന്. എന്ത് ഇന്നലത്തെ ബാബയുടെ മുരളി അതായിരുന്നില്ലേ? സ്വരാജ്യാധികാരിയായിരുന്നുകൊണ്ട് കർമ്മേന്ദ്രിയങ്ങളെ ഉപയോഗിക്കുക. അതാണത് ആത്മസ്ഥിതി. ആത്മസ്ഥിതിയിലിരുന്ന് ഓരോ കർമ്മവും ഫുൾ ഡേ ഞാൻ എന്ത് ചെയ്താൽ, എത്ര വലിയ കാര്യം ചെയ്യാൻ പറ്റിയാലും വിനയം എന്ന പടച്ചട്ടയ്ക്കുള്ളിൽ ഇരുന്നുകൊണ്ട് തന്നെ ഒന്നും ചെയ്ത് കഴിഞ്ഞതിൻ്റെയോ ചെയ്യാൻ കിട്ടിയതിൻ്റെയോ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെയോ ഒന്നും അഹങ്കാരം എന്നെ തൊടുന്നില്ലല്ലോ എന്നുള്ളതാണ്.